അമ്പലപ്പുഴ LDF സ്ഥാനാർത്ഥിയായി H. സലാമിനായി ചുവരെഴുത്ത് തുടങ്ങിയിരിക്കുന്നു. G. സുധാകരന്റെ വീടിനടുത്ത് അടക്കം ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മനീഷ് മഹിപാൽ സ്ഥലത്തുണ്ട്. മനീഷ്, ഇപ്പോൾ H. സലാം തന്നെയാണ് CPM-ന്റെ സ്ഥാനാർത്ഥി, LDF-ന്റെ സ്ഥാനാർത്ഥി. അപ്പോൾ ചുവരെഴുത്തുകൾ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ G. സുധാകരന്റെ വീടിനടുത്ത് പോലും ആ ചുവരെഴുത്തുകൾ വന്നിരിക്കുന്നു എന്നാണോ കാണാനാകുന്നത് മനീഷ്? അതേ സ്മൃതി, നിലവിൽ G. സുധാകരന്റെ വീടിനടുത്ത് പഴയ നടക്കാവ് റോഡിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ അമ്പലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥിയായി ആലപ്പുഴ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള, നിലവിൽ സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള H. സലാമിന്റെ ചുവരെഴുത്താണ് നിലവിൽ ഇവിടെ പഴയ നടക്കാവ് റോഡിൽ. അത് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ VS അച്യുതാനന്ദന്റെ വസതിക്ക് തൊട്ടടുത്തുള്ള ചുവരിലാണ്. LDF-ന് വേണ്ടി സഖാവ് സലാമിനെ വിജയിപ്പിക്കുക, മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന രീതിയിലാണ് വികസന തുടർച്ചയ്ക്ക് വീണ്ടും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക, H. സലാം തന്നെയാണ് സ്ഥാനാർത്ഥി, വിജയിപ്പിക്കുക എന്ന ചുവരെഴുത്താണ്. ഇവിടെ പൊളിറ്റിക്കൽ ക്രിമിനൽ ആര് എന്നതടക്കമുള്ള കാര്യങ്ങൾ G. സുധാകരൻ വെളിപ്പെടുത്തി. അങ്ങനെ നിലവിൽ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ പ്രഖ്യാപിക്കുന്നു. പക്ഷേ UDF-ന്റെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു. ഒപ്പം തന്നെ ഇവിടെ മത്സരിക്കാൻ G. സുധാകരനെതിരെ അണിനിരത്താൻ സലാം പോരാ എന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ പരിഗണിക്കുന്നതായുള്ള പ്രാഥമിക ചർച്ചകൾ കൂടി വന്നിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ കരുത്തൻ H. സലാം തന്നെയാണ്. അതുകൊണ്ട് H. സലാം തന്നെ മത്സരിക്കട്ടെ എന്ന തീരുമാനം എന്താണെങ്കിലും പാർട്ടിക്കകത്തുണ്ടായി എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയാണ്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ H. സലാമിന് വേണ്ടി പുന്നപ്രയിൽ, അമ്പലപ്പുഴയിൽ പുന്നപ്ര ഭാഗങ്ങളിൽ VS അച്യുതാനന്ദന്റെയും G. സുധാകരന്റെയും വീടിന്റെ സമീപങ്ങളിൽ ഇപ്പോൾ ചുവരെഴുത്ത് ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇതേ റോഡിലൂടെയായിരുന്നു G. സുധാകരനെതിരെയുള്ള ശക്തി പ്രകടനം നടന്നതും രാഷ്ട്രീയ വിശദീകരണ യോഗം നടന്നതും ഈ റോഡിലൂടെയായിരുന്നു. 3000-ഓളം ആളുകൾ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ അരുൺകുമാർ പ്രതികരിച്ചത്, പുന്നപ്രയിലെയും അമ്പലപ്പുഴയിലെയും ജനങ്ങൾ, പാർട്ടി സഖാക്കൾ, അനുഭാവികൾ, പാർട്ടി മെമ്പർമാർ ഒരിക്കലും പാർട്ടിക്കെതിരെ നിലപാടെടുക്കുന്ന ഏത് ഉന്നതനായ നേതാവാണെങ്കിലും അവർക്കെതിരെ നിൽക്കുകയില്ല എന്നുള്ള നിലപാടെടുത്തിരുന്നു. ഇപ്പോഴിതാ H. സലാം അമ്പലപ്പുഴ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ പോകുന്നതിന്റെ ഉദാഹരണമാണ്. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി